ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ വയനാട്ടിൽ. ഒരേ ദിവസം സന്തോഷിച്ചതും ഭയന്നതുമായ ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. എന്താ കാര്യം എന്നൊക്കെ നമ്മൾ വഴിയെ പറയട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് പൂക്കോട് തടാകത്തിലേക്കായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചു നമ്മൾ അവിടെ നിന്ന് നേരെ വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമല്ലോ വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയതൊരു ഹിഡൻ പ്ലേസിലേക്കായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ നമ്മൾ ഒന്ന് കൺഫ്യൂഷനായി. അവിടെ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഇല്ലേന്ന് പോലും തോന്നിപ്പോയി. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ഫോറസ്റ്റ് നാച്ചുർ ആയിരുന്നു കേട്ടോ. പക്ഷെ അവിടുത്തെ സൗണ്ട് എഫക്റ്റ് ഒരു രക്ഷയില്ലാത്തതായിരുന്നു കേട്ടോ. താഴ്ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ മേലോട്ട് വന്നപ്പോൾ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അത്ര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയും കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം കൂടി വൈകിയപ്പോൾ കുറച്ച് വെയിലായപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോകുന്നു. ഫാമിലീസിനൊന്നും അങ്ങനെ അറിയപ്പെടാത്തൊരു സ്ഥലമാണ് തോന്നുന്നത്. ഹിഡൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പം എന്തായാലും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നത് ഗുണ്ടൽപേട്ടയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ ഈ വഴി മൊത്തം അങ്ങനെ തന്നെയാവും വിചാരിച്ചത്. കാരണം എന്താ വെച്ചാൽ പിന്നുള്ള കാടായിരുന്നു. കാട് തമിഴ്നാട് ബോർഡർ ആയിട്ടാണ്. അടിപൊളി പ്ലേസസ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആനനെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ പോകുമ്പോൾ ഒരു ആനനെ കണ്ട ഭയങ്കര ഹാപ്പി ആയിട്ടോ. പക്ഷെ അപ്പം അറിയില്ലായിരുന്നു ഗായ്സ്, ആനകളുടെയും അനിമൽസിൻ്റെയും വയലോട്ടാണ് നമ്മൾ പോകണമെന്നുള്ളത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ബോർഡർ ആയിരുന്നു കർണാടക ബോർഡർ. അവിടെ നിന്ന് ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ബൈക്ക് യാത്രയായിരിക്കും ഒന്നുകൂടി ബെറ്റർ എന്ന്. ഞങ്ങൾ എന്നിട്ട് നേരെ എത്തിയത് നമ്മളൊരു ടൈഗർ റിസർവിലേക്കാണ്. പക്ഷെ അത് ക്ലോസ് ചെയ്തിരുന്നു 4 മണിക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൺഫ്ലവർ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഗായ്സ്, ഞാൻ ഫോൺ പുറത്തോട്ട് എടുത്തിട്ടില്ല. ഈ കണ്ട കാറ്റും മഴയാണ് വരുന്നത്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് പിന്നെ എടുത്തു വെച്ച ഫോണാണ്. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു പേടി സ്വപ്നമൊക്കെ കണ്ടിട്ട് ഉണർത്തില്ല. അതുപോലെ ഇരുന്ന് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരണ വരെ. ഏട്ടനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് വന്നത്. ഒരു കണക്കിന് ഇതൊക്കെ നല്ലത്, എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തി. നമ്മൾ ഫുഡ് കഴിച്ചു, വീട്ടിലോട്ട് പോയിട്ടോ. ബൈ.